നമ്മുടെ ഇൻഡസ്ട്രി ഭരിക്കുന്ന ചന്ദ്രയ്ക്ക് ശേഷം ആ ഒരു പൊസിഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ചാത്തന്മാർ വരുമെന്നുള്ളത് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതുവരെ അതിന്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ എന്ന രീതിയിൽ ഒന്നും പുറത്തുവിട്ടിട്ടില്ല. ഇതുവരെ അവർ പുറത്തു വിട്ടിട്ടുള്ളത് ടൈറ്റിലാണ്. അതിന്റെ ചാപ്റ്റർ 2 എന്ന് പറയുന്നത് ചാത്തൻ തന്നെയാണോ എന്നുള്ള രീതിയിൽ പോലും ഒരു കൺഫേം ആയിട്ടുള്ള ഒരു അവർ തന്നിട്ടില്ല. പൊടിയനും ചാത്തനും ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ആ ഒരു പേരിനെ കുറിച്ച് ഒരു ഹിന്റ് നൽകുന്ന ഒരു ടീസറും ആ ഒരു ടൈറ്റിൽ റിവീൽ ആയിട്ടുള്ള ഒരു ഇതുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒഫീഷ്യലി. എന്നാൽ ഇപ്പോൾ കറന്റ് ചാത്തനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. എന്നാൽ എനിക്ക് കുറച്ച് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ ചാത്തൻ എന്ന് പറയുന്നത് ടോവിനോ തോമസിന്റെ ക്യാരക്ടർ നമ്മൾ ലോക 1 ചാപ്റ്റർ 1 ചന്ദ്രയിൽ കണ്ടതാണ്. മൈക്കിൾ എന്ന് പറയുന്ന ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടറിനെ മെയിൻ ലീഡ് ആക്കിക്കൊണ്ട് മറ്റൊരു സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക് ടോവിനോയും മൈക്കിൾ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ തന്നെ പല വേരിയേഷൻസ് ഉണ്ട്. അത് കറക്റ്റ് ആയിട്ട് ഒരു നമ്പർ പറയുകയാണെങ്കിൽ 398. നമുക്ക് ലോക ചാപ്റ്റർ 1 മൈക്കിളിന്റെ ഒപ്പം തന്നെ വേറൊരു ചേട്ടനായിട്ടുള്ള ഒരു ബ്രദർ ആയിട്ടുള്ള ഒരു ചാതനയും കൂടി നമുക്ക് എൻഡ് ക്രെഡിറ്റ്സിൽ നമ്മൾ അവർ റിവീൽ ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ 2 വരുന്ന സമയത്ത് ഈ രണ്ട് അനിയനും ചേട്ടനും തമ്മിലുള്ള ഒരു റൈവലറി, ഈ ഒരു അനിയനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീം വരുന്നതും ചേട്ടനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ടീമുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ചാപ്റ്റർ 1 പല ക്യാരക്ടേഴ്സുകളെയും വില്ലന്മാരെയും ചിലപ്പോൾ ചാപ്റ്റർ 2 വീണ്ടും വരുന്നതായിട്ടും ഒക്കെ കാണിക്കാനുള്ള സ്കോപ്പും എല്ലാം അവർ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ചാപ്റ്റർ 1 എന്ന് പറയുന്നത്. അതായത് ഒരു നോർമൽ സിനിമ എടുത്തിട്ട് ആ സിനിമയ്ക്ക് രണ്ടാം പാർട്ട് എടുക്കുന്ന പോലെ അല്ലല്ലോ, ഇതൊരു വേൾഡ് MCU ഒക്കെ പോലെ ചെയ്തു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്തേക്ക് വരുന്ന ക്യാരക്ടേഴ്സുകൾക്ക് എല്ലാം വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതാണ് ഈ ഒരു ബോക്സ് കീ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഈ ഒരു ചാപ്റ്റർ 1 തന്നെ നമുക്ക് കാണിച്ചു തന്നെ. കാരണം ആദ്യത്തെ പാർട്ടിൽ ഒരു സൂപ്പർ ഹീറോ തീർന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൂപ്പർ ഹീറോയെ അവര് അവിടെ എൻഡ് ആക്കുകയല്ല ചെയ്യുന്നത്, അതിനെ അവർ ക്ലോസ് ചെയ്ത് വെക്കുകയാണ് പിന്നെ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു ടെക്നിക്ക് അത് വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇപ്പൊ ഡൊമിനിക് എന്നൊരു റൈറ്റർ ഡയറക്ടറുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ഒരു ആക്ടർക്ക് ഡേറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ആക്ടറിന് ഡേറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ തട്ടിക്കളഞ്ഞിട്ട് അവിടെ കയറ്റാം. അടുത്ത 2 ചാപ്റ്റർ ഒക്കെ കഴിയുന്ന സമയത്ത് ആ ആക്ടറിന്റെ ഡേറ്റ് കറക്റ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അപ്പൊ അത് ഓപ്പൺ ചെയ്ത് ഇറക്കാൻ പറ്റും. അപ്പം ഇതിന് ഓരോ വീക്ക്നെസ്സും കൊടുത്തിട്ടുണ്ട്. ഓരോ സൂപ്പർ ഹീറോസ് എന്ന് പറയുമ്പോൾ വീക്ക്നെസ് ഒക്കെ ഉണ്ടാവും, വീക്ക്നെസ് ഉണ്ടാവും. അപ്പം അതൊക്കെ വെച്ചിട്ട് ആ ക്യാരക്ടേഴ്സ് എല്ലാം തിരിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലാണ് അവർ ഈ ഒരു വേൾഡ് തന്നെ സെറ്റ് ചെയ്ത് 5 ചാപ്റ്റേഴ്സ് ആണ് ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റുന്നത്. ഈ ഒരു 5 ചാപ്റ്റേഴ്സ് വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും ചെറിയ ഒരു സ്റ്റോറി ലൈനാണ് അല്ലെങ്കിൽ ഒരു ചെറിയ സൂപ്പർ ഹീറോയുടെ സ്റ്റോറിയാണ് നമ്മൾ കണ്ട ചാപ്റ്റർ 1 ചന്ദ്ര. അപ്പോൾ ആ ഒരു സിനിമ തന്നെ നമ്മളുടെ മലയാളത്തിന്റെ ഇൻഡസ്ട്രി ഹിറ്റ് ആകും. അതിന് ഇതുവരെ ലാലേട്ടന് പോലും തൊടാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇനി അത് തൊടും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് തന്നെയാണ് ലോക 2 ചാത്തൻ. അതും ടോവിനോ തോമസ് എന്ന് പറയുന്ന സൂപ്പർ ഹീറോ ആവാൻ വേണ്ടി ജനിച്ച എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ മലയാളത്തിൽ ഒരു സൂപ്പർ ഹീറോ എന്ന് പറയുന്ന സമയത്ത് ആദ്യം ടോവിനോയുടെ മുഖമായിരിക്കും മനസ്സിൽ വരുന്നത്. അപ്പൊ ടോവിനോ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ചാത്തന്മാരുടെ ക്യാരക്ടേഴ്സുകൾ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുള്ള കോൺഫിഡൻസ് എനിക്ക് വരെ തോന്നിയിട്ടുണ്ട്. കാരണം ഓരോ സിനിമയിലെ ഓരോ ലുക്കുകളും വളരെ വ്യത്യസ്തമാണ്. അപ്പൊ അതുപോലെ തന്നെ നന്നായിട്ട് ഈ ഒരു അറ്റിയറൊക്കെ നന്നായിട്ട് മാച്ച് ആവുന്ന അല്ലെങ്കിൽ ലുക്കുകൾ പലതും മാച്ച് ആവുന്ന ഒരു ഫേസും കൂടിയാണ് ടോവിനോടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ചാത്തൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ടോവിനോ പക്കയായിട്ട് ചെയ്ത് നമുക്കത് കൺവിൻസിംഗ് ആയിട്ട് തരും അല്ലെങ്കിൽ ബിലീവബിൾ ആക്കി തരും എന്നുള്ളതിൽ ഒരു ഡൗട്ടും വേണ്ട. ഇനി ചാപ്റ്റർ 2 ചാത്തനില് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉള്ള കുറച്ച് ആൾക്കാരെ പേര് പറയാം. ആദ്യം തന്നെ DQവിന്റെ ചാർലി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഓൾറെഡി കൺഫേംഡ് ആണ്. ഒടിയൻ നമ്മളുടെ ചാപ്റ്റർ 2 ഉണ്ടാവുന്നുള്ള ഒരു ക്യാമിയോ ആയിട്ട്. നമുക്ക് ചാപ്റ്റർ 1 ഒരു സസ്പെൻസ് ആയിട്ടൊരു സംഭവം കിട്ടിയതാണ് മൂത്തോന്റെ സൗണ്ട് മാത്രം. മൂത്തോന്റെ ക്യാരക്ടർ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ചാപ്റ്റർ 2 വരുന്ന സമയത്ത് എങ്ങനെയായാലും മമ്മൂക്കയുടെ ഫേസ് അവർ കാണിക്കോ അല്ലെങ്കിൽ ഓവറോൾ ലുക്ക് കാണിക്കോ ഇല്ല എന്നുള്ളത് അറിയില്ല. എങ്കിലും മമ്മൂക്ക തന്നെ പ്രസന്റ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറായിട്ട് വന്നിട്ട് സൗണ്ടിലൂടെയോ അല്ലെങ്കിൽ ഒരു പകുതി മുഖത്തിന്റെയോ, കാരണം ഒരു ഫുൾ റിവീൽ എന്തായാലും ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ മൂത്തോൻ എന്ന ക്യാരക്ടർ എങ്ങനെയായാലും ഈ ഒരു ചാപ്റ്റർ 2 കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. 3 പറയുന്നത് ചന്ദ്ര. ചന്ദ്ര എന്തായാലും ചാപ്റ്റർ 2 ഉണ്ടാവും. കാരണം ചന്ദ്രയിലൂടെയാണ് ഈ കഥ സ്റ്റാർട്ട് ചെയ്തത്. ചന്ദ്ര ഇവിടെ വന്നിരിക്കുന്നത് ഒരു മിഷന് വേണ്ടിയിട്ടാണെന്ന് ചന്ദ്ര പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു റീയുണൈറ്റ് നടക്കുകയാണ്. അതായത് എല്ലാ സൂപ്പർ ഹീറോസിനെയും ഒരിടത്തേക്ക് കൊണ്ടുവരുന്ന റീയുണൈറ്റ് നടക്കുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പൊ അവിടേക്കാണ് ഇപ്പൊ ചന്ദ്ര വന്നിരിക്കുന്നത്, അവിടേക്കാണ് മൈക്കിൾ വന്നിരിക്കുന്നത്, ചാർലി വന്നിരിക്കുന്നത്. ഇതെല്ലാം ആ ഒരു കഫേയുടെ ഉള്ളിലേക്ക് അവർ വന്ന് റീയുണൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ റീയുണൈറ്റിന്റെ ഭാഗമായിട്ട് ഇനിയും ഒരുപാട് ഹീറോസ് അവിടെ വരാനുണ്ട്. അപ്പോൾ ചന്ദ്രയെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ നസ്ലിൻ എന്തായാലും ഉണ്ടാവും. കാരണം നസ്ലിന് ഈ ഒരു ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഹിന്റ് ഇട്ട് തരും. അതായത് നമുക്ക്
നസ്ലിൻ ഒരു സൂപ്പർ ഹീറോ ഫ്യൂച്ചറിൽ ആവാൻ പോകുന്നു എന്നുള്ളതിന്റെ എന്തെങ്കിലും ഒരു ഹിന്റ്, അല്ലെങ്കിൽ നസ്ലിന്റെ പാസ്റ്റിനെ കുറിച്ചൊരു ഹിന്റോ എന്തെങ്കിലും, നസ്ലിന്റെ ക്യാരക്ടർ കുറച്ചും കൂടി മെയിൻ ലീഡിലേക്ക് കയറാൻ. അതായത് ഫസ്റ്റ് പാർട്ടിൽ ചന്ദ്രയുടെ ഒരു ബേസ് ആയിട്ട് നടക്കുന്ന ക്യാരക്ടർ ആയിട്ട്, അല്ലെങ്കിൽ ലവ് ഇൻട്രസ്റ്റർ ആയിട്ട്, അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു പയ്യനായിട്ട് നടക്കുന്ന ഒരു ക്യാരക്ടർ ആയിട്ടാണ് കാണിച്ചെങ്കിൽ ചാപ്റ്റർ 2ലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു നസ്ലിന്റെ ക്യാരക്ടറിന് ഈ വേൾഡില് നമ്മുടെ ചാർലിക്കൊക്കെ ഒപ്പം, അല്ലെങ്കിൽ അവരെക്കാൾ മുകളിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവം, അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ ഹിന്റ് നമുക്ക് ചാപ്റ്റർ 2ൽ ഇട്ട് തരും. കാരണം ഈ ഹിന്റ് എന്ന് ഞാൻ പറഞ്ഞു, കാരണം മൊത്തത്തിൽ അവർ റിവീൽ ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ ഇതൊരു വലിയൊരു ഫ്രാഞ്ചൈസിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് എല്ലാം റിവീൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് വളരെ വളരെ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളായിരിക്കും ഇട്ട് തരുന്നത്. അത് ചിലപ്പോൾ നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സ് ആയിരിക്കും ചിലപ്പോൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ തരുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇമേജിലൂടെ അല്ലെങ്കിൽ ഒരു സീനിന്റെ ഒരു ഷോട്ടിലൂടെയൊക്കെ ആയിരിക്കും ജസ്റ്റ് മാറ്റി പോകുന്നത്. നസ്ലിന്റെ ഒരു പാസ്റ്റ് എന്താണ്, നസ്ലിൻ എന്ന ഒരു ക്യാരക്ടർ, ഈ സണ്ണി എന്ന ക്യാരക്ടറിന്റെ പാസ്റ്റിൽ എന്തായിരുന്നു എന്നുള്ളതൊക്കെ കുറെ കാര്യങ്ങൾ നമുക്ക് ചാപ്റ്റർ 2ൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ അടുത്തതായിട്ട് കുറെ പേരുണ്ട്, അത് കുറച്ച് അധികം പേരുണ്ട്. നമുക്ക് ചാപ്റ്റർ 1ൽ കുറച്ച് ഗ്ലിംസ് പോലെ, അല്ലെങ്കിൽ കുറച്ച് ഷോർട്സ് മാത്രമായിട്ട് ഇങ്ങനെ ചറപ്പറ കാണിച്ചു പോയിട്ടുള്ളൂ. സൗബിൻ ആ ഗ്ലിംസിലൂടെ കാണിച്ചു പോയിട്ടുള്ള ഒരു 3-4 പേരുണ്ട്. അവരൊക്കെ എന്തായാലും ചാപ്റ്റർ 2ലേക്ക് പുതിയ ഓരോ ക്യാരക്ടേഴ്സുകളായിട്ട് വരും. അവർ സൂപ്പർ ഹീറോസ് ആയിട്ട് വരണമെന്ന് നിർബന്ധമില്ല, പക്ഷെ അവർക്ക് ഇതിനകത്ത് റോളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ കഥ കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ മൈക്കിളിന്റെ ഒരു സ്റ്റോറി, അല്ലെങ്കിൽ ഈ സൂപ്പർ ഹീറോ റിലേറ്റഡ് ആയിട്ടുള്ള ചന്ദ്രയും ഒക്കെ എല്ലാവരും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയിലേക്ക് കണക്ട് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ സൗബിനായാലും മറ്റ് ബാലു വർഗീസ് ആയാലും അഹാന ആയാലും, പിന്നെ ഇതിന്റെ തന്നെ മറ്റേ കോ റൈറ്റർ ആയിട്ടുള്ള ശാന്തി ആയാലും, അവരെല്ലാവരും ഇതിനകത്തേക്ക് ചാപ്റ്റർ 2ൽ എന്തായാലും അവരുടെ റോളിലേക്ക് വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു ഹിന്റ് എന്തായാലും അവര് അവിടെ ഇട്ട് കട്ട് ചെയ്യില്ല. കാരണം ആ ആക്ടേഴ്സ് എല്ലാം ഡേറ്റ് കിട്ടാൻ ചാൻസ് ഉള്ള ആക്ടേഴ്സ് ആണ്. കാരണം അതൊരു തിരക്കുള്ള ആക്ടേഴ്സ് ഒന്നും അല്ല. സൗബിനാണ് കുറച്ചെങ്കിലും ഇതുള്ളത്. ഇവരെല്ലാവരെയും എന്തായാലും റീയുണൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഈസി. പിന്നെ ഇവർക്കെല്ലാം നമ്മുടെ മിത്തോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എലമെന്റ്സിന്റെ റെഫറൻസ് ഇവർക്ക് എല്ലാവർക്കും ഉണ്ടാവും. ചങ്ങലമാടൻ, അതുപോലെ തന്നെ അങ്ങനെ കുറെ ഓരോ ക്യാരക്ടേഴ്സിന് ഇപ്പം സൗബിന്റെ ചങ്ങലമാടനാണ്, അല്ലെങ്കിൽ അങ്ങനെ കുറെ സംഭവങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ഓരോ നമ്മുടെ മിത്തിക്കൽ എലമെന്റ്സിന്റെ റെഫറൻസുകൾ ഈ 4 പേർക്കും കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഹിന്റ് നമുക്ക് എന്തായാലും ഇതിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് ചാപ്റ്റർ 2ൽ. ഇത്രയും പേരാണ് നമുക്ക് ചാപ്റ്റർ 3 ചാത്തനില് വരും എന്ന് പറഞ്ഞതിൽ ഒരു 60-70% ഉറപ്പുള്ള കാര്യം ഇവരാണ്. ഇത്രയും ആക്ടേഴ്സ് എന്തായാലും, അല്ലെങ്കിൽ ഇത്രയും പേരുടെ പ്രസൻസ് എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ചാപ്റ്റർ 2ൽ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ടോവിനോയുടെ 2 മെയിൻ ചാത്തൻ ക്യാരക്ടറും, പിന്നെ കത്തനാരിന്റെ ക്യാരക്ടറും അതിന്റെ ഒരു പാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അതും വരാൻ ചാൻസ് ഉണ്ട്. സണ്ണീവേന്റെ ക്യാരക്ടർ. മൂന്നാമത്തെ ചാത്തനെയും കൂടി നമുക്ക് എന്തായാലും ഒരു ഹിന്ദിയിലൂടെയോ ഏതെങ്കിലും രീതിയിൽ ചിലപ്പോൾ നമുക്കൊന്ന് ടീസ് ചെയ്ത് അവർ വിടാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ചാപ്റ്റർ 2 ചാത്തനിലൂടെ. കാരണം ആ ഒരു ഹിന്റ് അവിടെ ഇട്ടാലേ ഇനി അടുത്ത ഒടിയനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ആ ലോകം വലുതായിട്ട് ഫീൽ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ചാത്തൻ എന്ന് കേൾക്കുമ്പോൾ കുറച്ചും കൂടി വലിപ്പം ഫീൽ ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചേട്ടൻ ചാത്തനിലും അനിയൻ ചാത്തനിലും മൈക്കിളിലുമായിട്ട് ഇങ്ങനെ കുടുങ്ങിക്കിടക്കും. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം ഒരു ഓപ്പൺ ഒരു വഴി ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ആളെ ഗ്ലിംസും കൂടെ കാണിച്ചു തരിക. അത് ചിലപ്പോൾ ഒരു ആർട്ട് വർക്കിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇലുസ്ട്രേഷനിലൂടെ ആയിരിക്കും. എങ്ങനെയെങ്കിലും അവർ എൻഡ് ക്രെഡിറ്റ്സിലോ എവിടെയെങ്കിലും തരാൻ ചാൻസ് ഉണ്ട്. ഇത്രയും പേരെയാണ് നമുക്ക് ഏകദേശം ചാപ്റ്റർ 2 ചാത്തനിലേക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഡൊമിനിക് അരുണിന്റെയും ടോവിനോടെയൊക്കെ ഇൻസ്റ്റാ ഹാൻഡിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർ ഇതിന്റെ പ്രോസസ്സ് എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോ റീസെന്റ് ടോവിനോയും അതുപോലെ തന്നെ ഡൊമിനിക് അരുണും കൂടെ ഒരേ സ്ഥലത്ത് ഏതോ ഒരു ഫോറിൻ കൺട്രിയാണ്, അമേരിക്ക എവിടെയൊക്കെയാണെന്ന് കറക്റ്റ് അറിയില്ല, പക്ഷെ അവരെവിടെ ട്രാവൽ ചെയ്യുന്നതായിട്ട് 2 പേരും അതിന്റെ സെയിം വിഷ്വൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോറിയൊക്കെ ഇട്ട് ഇങ്ങനെ അറിയിക്കുന്നുണ്ട്. അതായത് ക്ലിംസ് പോലെ അവർ ഇടുന്നുണ്ട്. ഒരേ വിഷ്വലി തന്നെ അവർ 2 പേരും സ്റ്റോറി ഇട്ട് അവർ 2 ഒരു സ്ഥലത്താണെന്നുള്ളത് അവർ അറിയിക്കുന്നുണ്ട്. മേ ബി അതിനർത്ഥം ഇപ്പോൾ ലോക 2ന്റെ സ്ക്രിപ്റ്റ് ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അതിന്റെ കറക്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം. ഏകദേശം ലോക്ക് ആയിട്ടുള്ള ഒരു സ്റ്റേജിലായിരിക്കാം. അത് റീഡ് ചെയ്ത് ടോവിനോയെ കേൾപ്പിക്കാനും അവരുമായിട്ടുള്ള ഡിസ്കഷൻ നടത്താനും ഇത് ഇനി കൂടുതൽ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസ്കഷന് വേണ്ടിയിട്ടായിരിക്കാം ടോവിനോയും ഡൊമിനിക് അരുണും കൂടി അങ്ങനെ പോയിട്ടുണ്ടാവും. എന്തായാലും ലോക ഉടൻ വരുന്നു എന്നുള്ളതിന്റെ അപ്ഡേറ്റ്സ് ചെറിയ റൂമേഴ്സ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പോസ്റ്ററോ ഒരു ഗ്ലിംസിനേക്കാൾ കൂടുതൽ ഒരു പോസ്റ്റർ വരാൻ വേണ്ടിയിട്ട് വളരെ ചാൻസ് ആണ് ഈ അടുത്ത് തന്നെ. കാരണം ലോക 2 എന്നുള്ളത് ചാത്തൻ എന്നുള്ള ടൈറ്റിലാണ് പുറത്തു വരാൻ പോകുന്നത് എന്നുള്ളതിന്റെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈറ്റിലാണോ എന്നുള്ളതും നമുക്ക് അറിയാൻ പോകുന്നത് ഈ ഒരു പോസ്റ്റർ, അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു അപ്ഡേറ്റ്സ് ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റ്സിലാണ്.
അപ്പൊ ഇതുവരെ നമുക്ക് ലോക 2 ചാപ്റ്റർ 2 എന്നുള്ളതിന്റെ ഒരു ഇതേ ഇട്ടിട്ടുള്ളൂ. അവരെല്ലാം ചാത്തനാണെന്ന് റിവീൽ ചെയ്തിട്ടില്ല. ഈ ഒരു വർഷം എൻഡില് തുടങ്ങും ഇതിന്റെ ഒരു ഷൂട്ട് എന്ന 2027 ലോക ചാപ്റ്റർ 2 ചാത്തൻ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും അടുത്ത വർഷമാണ് റിലീസ് എന്നുള്ളത് ഡൊമിനിക്കൻ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെയുള്ള ചാത്തന്റെ ഒരു അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ കുറെ അൺവാണ്ടഡ് റൂമേഴ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പല ആക്ടേഴ്സും ഉണ്ട്. പിന്നെ ലാലേട്ടൻ ഇതിനകത്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ സ്പെഷ്യൽ ഇതായിട്ട് വരുന്നുണ്ട് എന്നൊക്കെ രീതിയിലൊക്കെ ഒരുപാട് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നുണ്ട് റൂമേഴ്സ്. അതൊന്നും നിങ്ങൾ മനസ്സിൽ വെക്കരുത്. കാരണം ലാലേട്ടനെ ഒറ്റയടിക്ക് അവർ കൊണ്ടുവരില്ല. കാരണം മമ്മൂക്കയെ പോലും അവർ ജസ്റ്റ് മാത്രമേ കാണിച്ചു പോകുന്നുള്ളൂ. കാരണം ഇതൊരു വേൾഡിന്റെ ഒരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലാലേട്ടന്റെ ഒരു ക്യാരക്ടറിന് വേണമെങ്കിൽ അവർക്ക് കൊടുത്തൊരു ഹിന്റ് ഇട്ട് വെക്കാം. അത് ലാലേട്ടൻ തന്നെ ഒന്നും ചെയ്യണമെന്നില്ല. പെർമിഷൻ വാങ്ങിച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ ഒരു ഹിന്റ് ഇട്ട് വെച്ചിട്ട് ആൾക്കാരുടെ റിസപ്ഷനും ആ ക്യാരക്ടറിനോടുള്ള ആൾക്കാരുടെ ഒരു മൂത്തോണി കിട്ടിയ റിസപ്ഷൻ പോലെ അതുകൊണ്ട് പക്ഷേ ഫ്ലോപ്പ് ആയിരുന്നാൽ അത്രത്തോളം ഒരു റിസപ്ഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അത് പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ചാത്തനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സുകളൊക്കെ ഒഫീഷ്യൽ പോസ്റ്ററൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. അപ്പൊ എന്തായാലും റീസെന്റ് വീഡിയോസ് ഇവിടെ കൊടുത്തേക്ക് ഇതിനേക്കാൾ ഇടിപെട്ട വീഡിയോയുമായി നെക്സ്റ്റ് വീഡിയോ കാണാം.